ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS എക്സാമുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. 2023 24 ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് PYQs ആണ്. LGSുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അപ്പോൾ ഒരുപാട് ചോദ്യപേപ്പറിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഏതാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ സമ്മേളനം? ആൻസർ 4 ഓപ്ഷൻസ് ഉണ്ട്: ലാഹോർ, അഹമ്മദാബാദ്, കൊൽക്കത്ത, അതുപോലെ 1-ാം വട്ടമേശ സമ്മേളനം. അപ്പൊ ഇതിനകത്ത് നമ്മൾ 3-4 കാര്യങ്ങൾ ഓർക്കണം. 1929 ഈ ഒരു സമ്മേളനം നടന്നത്. 1929 ഈ ഒരു സമ്മേളനം നടന്നത് എന്ന് ഓർക്കുക. അതുപോലെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ സമയത്ത് അധ്യക്ഷൻ ആരാണ്? PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഈ സമയത്ത് അധ്യക്ഷൻ. അപ്പൊ 1929 അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനത്തില് 2-3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അന്തിമ ലക്ഷ്യം നമ്മുടെ ഇന്ത്യക്ക് ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1930 നമ്മുടെ ഉപ്പു സത്യാഗ്രഹം നടന്നില്ലേ? ആ നിയമലംഘന പ്രസ്ഥാനത്തിന് INC സമ്മേളനം ഇതാണ് അംഗീകാരം നൽകി. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനാകുന്ന ആദ്യ INC സമ്മേളനം കൂടിയാണ് ഈ ഒരു സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. അപ്പൊ രവി നദീ തീരത്ത് കൊടിയൊക്കെ ഉയർത്തുന്നു. രവിയാണ് ലാഹോറിലെ നദി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1885 ഡിസംബർ 28 നിലവിൽ വന്നത്. 1885 ഡിസംബർ 28 നിലവിൽ വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? 1924 ബെൽഗാം സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗാന്ധിജി ആയിരുന്നു. നമ്മുടെ ഗാന്ധിജി INCയില് ഒരു പ്രാവശ്യം മാത്രമേ അധ്യക്ഷനായിട്ടുള്ളൂ. ഗാന്ധിജി INCയില് ഒരു പ്രാവശ്യം മാത്രമേ അധ്യക്ഷനായിട്ടുള്ളൂ. ക്ലിയർ ആണ്? അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? സിവിൽ നിയമലംഘനം, ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, പൂർണ്ണ സ്വരാജ്. ഗാന്ധിജിയുടെ നേതൃത്വത്തില് INC നടത്തിയ ദേശീയ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ ദേശീയ പ്രക്ഷോഭം, ആദ്യമായിട്ടൊരു സമരത്തിൽ പങ്കെടുത്തു. അത് 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ബീഹാർ എന്ന സംസ്ഥാനത്താണ് ചമ്പാരൻ. അപ്പോ ഗാന്ധിജി നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം ഇത് തിങ്കതിയ സമുദായക്കാർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയതാണ്. ഗാന്ധിജിയുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിച്ച വ്യക്തി ആര്? രാജ് കുമാർ ശുക്ലയാണ്. ഇനി INC ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു. അതാരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ക്ലിയർ ആണ്? അപ്പോ ഗാന്ധിജി രണ്ടാമതൊരു സമരം നടത്തിയത് പട്ടിണി സമരം, നിരാഹാരം കിടന്ന സമരമായിരുന്നു.
1918 അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം. ഇതിന് കാരണം തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയതാണ്. പ്ലേഗ് ബോണസ് ആണ് ഇതിന് കാരണം. ഇനി മൂന്നാമത്തെ സമരം കർഷകർക്ക് വേണ്ടി 1918 നടത്തി കേദാ സമരമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തന്നെയാണ് കേദാ സമരവും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളുടെ മിൽ സമരവും നടന്നത്. ഇനി ഗാന്ധിജി ആദ്യമായി നടത്തിയ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. എന്താണ്? നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെച്ചു. എന്തിനാണ് നിർത്തിവെച്ചത്? 1922 ഉത്തർപ്രദേശില് പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ തീവച്ചു. 22ഓളം പോലീസുകാർ മരിച്ചു. ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. ഇനി ഈ ഒരു ചൗരി ചൗര പ്രസ്ഥാനം, ഈ ഒരു ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലാണ് ഉണ്ടായത്. അതുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിക്ക് സംഭവിച്ച ഒരു ആനമണ്ടത്തരം അല്ലെ, ഹിമാലയൻ ബ്ലണ്ടർ ആണ് ഇത് എന്ന് സ്വന്തമായിട്ട് ഇദ്ദേഹം വിശേഷിപ്പിച്ചു. ഇതും PSC ചോദ്യമാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? രാഷ് ബിഹാരി, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, ലാല ലജ്പത് റായി. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ജയപ്രകാശ് നാരായണനാണ്. AICTU തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് AICTU സ്ഥാപിച്ചത് ലാല ലജ്പത് റായി ആണ്. INCയിലെ തീവ്രവാദികൾ എന്ന് അറിയപ്പെടുന്നത് ലാല്, ബാല്, പാൽ. ലാല ലജ്പത് റായി, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ. ഈ 3 പേരാണ്. മിതവാദികൾ ആരൊക്കെയാണ്? മിതവാദികൾ ഗോപാലകൃഷ്ണ ഗോഖലെക്കാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് INAക്ക് രൂപം നൽകുന്നതും INAയിൽ പ്രവർത്തിച്ചതും. ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്തു. ഈ വ്യക്തിയുടെ പേരെന്ത്? അപ്പോ നിരാഷ്ട്രവാദത്തെ എതിർത്തു. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് രണ്ടാകരുത് എന്ന് വാദിച്ചു. വാഞ്ചേയർ, ചന്ദ്രശേഖർ ആസാദ്, അരുണാചലി ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ. ഈ വ്യക്തിയുടെ മറ്റൊരു ക്ലൂ അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് ഖുദായി ഖിദ്മത്ത് കാർ എന്ന രൂപീകരിച്ചത്. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ വിദേശിയ. ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ വിദേശിയാണ്. ഖുദായി ഖിദ്മത്ത് കാർ എന്ന സംഘടന ഇദ്ദേഹം രൂപീകരിച്ചു. ഇനി നമുക്ക് വേണ്ടത് വാഞ്ചേയർ ആരാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചേ അയ്യർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അത് അരുണ ആസഫ് അലിയ. ചുവടെ ചേർത്തിരിക്കുന്ന ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ചുവടെ ചേർത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്, WC ബാനർജി,
ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. തീവ്രവാദികൾ ആരാണ്? നമ്മൾ പറഞ്ഞു ലാല്, ബാല്, പാൽ. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. അപ്പോ ബാക്കിയുള്ളവരൊക്കെ എന്താണ്? മിതവാദി. ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഫിറോസ് ഷാ മേത്ത. ലാൽ ബാൽ പാലിലെ ബാലഗംഗാധര തിലക് തീവ്രവാദിയാണ്. ചോദ്യത്തിൽ ആരാണ് ഇന്ത്യൻ കാലഘട്ടത്തിലെ മിതവാദിയിൽ ഉൾപ്പെടാത്തത് എന്നാണ്. തീവ്രവാദിയായ ബാലഗംഗാധര തിലകാണ് ആൻസർ. മിതവാദിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനയുടെ ഭേദഗതി ഏതാണ്? 42, 44, 52, 54. അപ്പൊ സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞു. അപ്പൊ പാർട്ട് 3 ഭാഗം 3 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ്. ഇത് നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. 78 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം എടുത്തു കളയുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സമത്വത്തിനുള്ള അവകാശമുണ്ട്, വിദ്യാഭ്യാസം അവകാശമുണ്ട്, അല്ലെ? നമുക്കങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമുണ്ട്, മത സ്വാതന്ത്ര്യമുണ്ട്, ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്. 6 എണ്ണമാണ് നമുക്കുള്ളത്. ഇനി സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമാണ്. എന്താണ്? നിയമാവകാശമാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, മജിസ്ട്രേറ്റ് കോടതി. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയാണ്, പരമോന്നത കോടതിയാണ്. എന്നാൽ സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി അത് ആണോ? സുപ്രീം കോടതിയാണോ? അല്ല, അത് ഹൈക്കോടതിയാണ്. നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോടതി എറണാകുളം ജില്ലയിലാണ്, അല്ലെ? ഇനി കേരളത്തിന്റെ ഹൈക്കോടതി തന്നെയാണ് ലക്ഷദ്വീപിന്റെയും ഹൈക്കോടതി, എറണാകുളം ജില്ലയിലാണ്. അപ്പൊ സംസ്ഥാനങ്ങളുടെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി വരുന്നു. 1946 ഡിസംബർ 6 രൂപീകരിച്ചു. 1946 ഡിസംബർ 9 ഇവര് ആദ്യ സമ്മേളനം നടത്തി. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇനി 1946 ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദിനെ സെലക്ട് ചെയ്യുന്നു. ഇനി 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവര് കുറെ കമ്മിറ്റികൾ കൊണ്ടുവന്നു. 22 കമ്മിറ്റികൾ ഇന്ത്യൻ ഭരണഘടനയിൽ വന്നു. ഫ്ലാഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇങ്ങനെ പലതരം കമ്മിറ്റികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8 കമ്മിറ്റികളാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്
7 അംഗങ്ങൾ. അല്ലാടി കൃഷ്ണസ്വാമി, ഇതൊക്കെ അംഗങ്ങളെ ചോദിക്കാറുണ്ട്. KM മുൻഷി, ഇങ്ങനെ മുഹമ്മദ് സാദുള്ള, ഇങ്ങനെ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 2 പേര് പോയിട്ട് മറ്റു 2 പേര് വന്നു. ഖെയ്താന് ഇതൊക്കെ പോയിട്ട് മറ്റു 2 പേര് വന്നു. അപ്പോ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ. ആധുനിക മനു എന്ന് വിശേഷിപ്പിക്കുന്നത് BR അംബേദ്കറിനെയാണ്. അപ്പൊ നമ്മള് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് പറയാനുണ്ട്. അതിനു മുമ്പായിട്ട് AZB അക്കാദമി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. LGSന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഫീസ് 999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സാം ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. LGSന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമായി ശ്രമിക്കാം. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യും. മികച്ച രീതിയിലുള്ള ഒരു റിവിഷൻ നിങ്ങൾക്ക് തരും. ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, മോക്ക് എക്സാം ഉണ്ട്, റിവിഷൻ സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ സാധിക്കും. ടൈം ടേബിൾ ഉണ്ട്, സ്റ്റഡി ടൈം ടേബിൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടത്, സ്പെഷ്യൽ എലിമിനേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ പഠിപ്പിക്കും. ടെക്നിക് പ്രാക്ടീസ്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം, ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താം, ഇങ്ങനത്തെ ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരും. OMR എക്സാം പ്രാക്ടീസ് ഉണ്ടായിരിക്കും. പിന്നെ NCERT SCERT സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ട്. ഇനി നമുക്ക് ചിലർക്കാണെങ്കിൽ രാവിലെ പഠിക്കാനല്ല ഇഷ്ടം, നൈറ്റ് പഠിക്കാനാണ് ഇഷ്ടം. അങ്ങനെ നൈറ്റുള്ള പലരും ഫ്രീ ആകുന്ന ടൈമൊക്കെ നൈറ്റാണ് അല്ലെ. ഇപ്പൊ കുട്ടികളുള്ള അമ്മമാരാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന വർക്കിംഗ് വുമൻസ്, വർക്കിംഗ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ രാത്രിയിൽ കുറച്ച് സമയമുണ്ട് പഠിക്കാൻ. അപ്പൊ ആ ഒരു രീതിയിൽ നൈറ്റ് മോഡ് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പും നൈറ്റിലുള്ള ലൈവ് ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് പഠിക്കാം. രാവിലെ എണീറ്റ് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് രാവിലെ എണീറ്റ് ഇംഗ്ലീഷ് പഠിക്കാം. ഇനി ഉച്ചയ്ക്ക് എനിക്ക് മാത്സ് പഠിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ മൂഡെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാത്സ് പഠിക്കാം. അങ്ങനെ കമ്പൈൻഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ചൂസ് ചെയ്ത് പഠിക്കാം. റെക്കോർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വെറും 999 രൂപയ്ക്കാണ് ഈ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ. നമ്മുടെ ക്ലാസിന്റെ സ്റ്റാൻഡേർഡ്സിനോ ക്വാളിറ്റിക്കോ യാതൊരു കോംപ്രമൈസും ഇല്ല. മികച്ച രീതിയിലുള്ള പഠനം, വളരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക, കുറഞ്ഞ ഫീസ് നിങ്ങളിൽ നിന്ന് വാങ്ങുക, ഇതാണ് നമ്മളുടെ ഒരു മോട്ടീവ്. അപ്പൊ നമുക്ക് നമ്മളുടെ ആപ്പിൽ നിന്ന് കൂടുതൽ കുട്ടികളെ ജോലിയിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറച്ച് ഫീസ് കൊടുത്തിട്ട് ക്വാളിറ്റി ക്ലാസ്സുകൾ നൽകുന്നത്. ഇത് നമ്മുടെ ഒരു പ്രൊമോഷന്റെ ഭാഗം കൂടിയാണ്, ഇത്രയും ചെറിയ എമൗണ്ടില് മികച്ച ക്ലാസ്സുകൾ നൽകുന്നത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ AZB അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ എന്ത് ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. എന്നിട്ട് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അന്നേരം മുതൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു നമ്പർ ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാം. ഈ നമ്പറിൽ 9265106769 ഈ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ എൻക്വയറീസ് നടത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേക ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മെന്ററുമായി സംസാരിക്കുകയും നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കുകയും ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫീഡ്ബാക്സ് അറിയിക്കാനും സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരമാധികാരം, റിപ്പബ്ലിക്, സ്ഥിതി സമത്വം, മൗലിക അവകാശങ്ങൾ. അപ്പൊ നമ്മുടെ ആമുഖം, ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കിയത്. ഈ ആമുഖത്തില് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത്. പരമാധികാര, സ്ഥിതി സമത്വ, സോഷ്യലിസ, റിപ്പബ്ലിക് കൺട്രിയാണ് നമ്മൾ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള വാക്കാണോ മൗലിക അവകാശങ്ങൾ? അല്ല.
1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. ഒരു തവണ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. സ്ഥിതി സമത്വവും സോഷ്യലിസവും സെക്യുലാരിസം മതനിരപേക്ഷത ഈ രണ്ട് വാക്കുകൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത്. ഇതുകൂടാണ്ട് അഖണ്ഡത എന്നൊരു വാക്ക് കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്യപ്പെട്ടത്. 1976 42 ഭരണഘടനാ ഭേദഗതി സമയത്ത് മാത്രമേ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആമുഖത്തിന്റെ ശില്പി നെഹ്റുവാണ്. സ്ഥിതി സമത്വവും സോഷ്യലിസം ആൻഡ് സെക്യുലാരിസം മതനിരപേക്ഷതയാണ് കൂട്ടിച്ചേർത്ത വാക്കുകൾ. അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് 5 വാക്കുകളാണ് ആമുഖത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പരമാധികാരം, സ്ഥിതി സമത്വം, പിന്നെ സോഷ്യലിസം, ഇനി മതനിരപേക്ഷത സെക്യുലാരിസം, റിപ്പബ്ലിക്, ഇനി നമ്മളുടെ ജനാധിപത്യം എന്ന വാക്ക് കൂടി, ഡെമോക്രസി എന്ന വാക്ക് കൂടി ഇമ്പോർട്ടന്റ് ആണ്. 5 വാക്കുകളാണ് ആമുഖത്തിൽ പരാമർശിക്കുന്നത്. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, റൗലറ്റ് നിയമം, വാഗൻ ട്രാജഡി, ചൗരി ചൗര സംഭവം. അപ്പോ ഗാന്ധിജിക്കും സരോജിനി നായിഡുവിനും ഒക്കെ കൈസറി ഹിന്ദ് ബഹുമതി ലഭിച്ചു. എന്നാൽ ഇവരങ്ങ് തിരികെ കൊടുത്തു. 2 പേരും ഇത് തിരികെ കൊടുക്കാൻ ഒരു സംഭവമാണ് കാരണമായത്. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? 1919 റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. എന്താണ് റൗലറ്റ് നിയമം? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് കൂടാണ്ട് അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് തടങ്കലിൽ പാർപ്പിക്കാം, വിചാരണ വൈകിപ്പിക്കാം, രഹസ്യ വിചാരണയൊക്കെ നടത്താം. അപ്പൊ ആരെങ്കിലും പ്രശ്നക്കാരാണെന്ന് ഇവർക്ക് തോന്നുകയാണെങ്കിൽ അന്നേരം തന്നെ അവരെ പിടിച്ചങ്ങ് ജയിലിൽ അടയ്ക്കാം. പിന്നീട് തുറന്നു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ ഇത് ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പിടിച്ചോണ്ട് പോകാം. അതുകൊണ്ട് ഗാന്ധിജി ഇതിനെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജി അങ്ങനെ ഏപ്രിൽ 6 ആയപ്പോൾ ഹർത്താല് ആഹ്വാനം ചെയ്തു. ഇതിനെതിരെ ജനങ്ങൾ മുഴുവൻ സംഘടിക്കണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ഇത് കാരണം നമ്മുടെ പഞ്ചാബ് എന്ന സ്ഥലത്ത് 2 ആളുകള് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഡോക്ടർ സത്യപാൽ എന്ന വ്യക്തിയും പിന്നെയോ ഡോക്ടർ സത്യപാല്, അതുപോലെ സൈഫുദ്ദീൻ കിച്ചിൽ. ഇവർ 2 പേരും ശക്തമായി ഇതിനെതിരെ പോരാടിയപ്പോൾ ഇവരുടെ കൂടെ ഒരുപാട് ജനങ്ങളും വന്നു. ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കണമല്ലോ. അപ്പൊ ഇവര് ജനങ്ങളിലേക്ക് എത്തിച്ചു. ആളുകളൊക്കെ കൂടി, ആളുകൾക്കൊക്കെ മനസ്സിലായി ഇത് നമ്മളെ അപകടം പിടിച്ച ഒരു നിയമമാണ്, ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണമെന്നവർക്ക് മനസ്സിലായി. പക്ഷേ ഇതറിഞ്ഞ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? സൈഫുദ്ദീൻ കിച്ചിലുവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ച ജനങ്ങൾ നമ്മുടെ പഞ്ചാബ് എന്ന സംസ്ഥാനത്ത് അമൃത്സറില് ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒത്തുചേർന്നു. ഇവർ നിരായുധരാണ്, ഇവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. ഇവരെല്ലാരും കൂടെ പ്രതിഷേധിക്കാൻ വന്നു. പക്ഷേ അപ്പോ മൈക്ലോ ഡയർ അദ്ദേഹം എന്ത് ചെയ്തു? ഓർഡർ ഇട്ടു. അത് കണ്ട് ജനറൽ റെജിനാൾഡ് ഡയർ എല്ലാരെയും വെടിവെച്ചു കൊന്നു. ഇവർക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഭീമമായ ഒരു മതിലൊക്കെ ഉണ്ടായിരുന്നു. തൽക്ഷണം എല്ലാരും മരിച്ചു. ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ച് സർ പദവി ടാഗോർ ഉപേക്ഷിച്ചു. കൈസറി ഹിന്ദ് പദവി ഗാന്ധിജി ഉപേക്ഷിച്ചു. കൈസറി ഹിന്ദ് പദവി സരോജിനി നായിഡു ഉപേക്ഷിച്ചു. തന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് സി ശങ്കരൻ നായർ എന്ന മലയാളി രാജിവെച്ചു. പലർക്കും ഇതിൽ പ്രതിഷേധം ഉണ്ടായി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാ? കെ കേളപ്പൻ, ഗുരുദേവൻ, സഹോദരനയ്യപ്പൻ, അയ്യങ്കാളി. അപ്പോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയമാണ് വേണ്ടതെന്ന് ഗുരുദേവനാണ് അഭിപ്രായപ്പെട്ടത്.
SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. 1903 SNDP രൂപീകരിച്ചത്. പൽപ്പുവിന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത്. ഇനി സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശൻ. വിവേകോദയം എന്ന മാസിക ഓർക്കുക, യോഗനാഥം ഓർക്കുക. ഇനി SNDPയെ കുറിച്ചും നമ്മൾ കണ്ടു. ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങൾ ഓർക്കണം. ആത്മോപദേശ ശതകം, ദൈവദശകം, ദൈവദശകം, ഗജേന്ദ്ര മോക്ഷമാണ് ആദ്യ പുസ്തകം. അങ്ങനെ ഗുരുവിന്റെ പുസ്തകങ്ങൾ ഓർക്കുക. 1888 ഗുരു അരുവിപ്പുറത്ത് ശിവ പ്രതിഷ്ഠ നടത്തി. 1924 ഇദ്ദേഹം എന്ത് ചെയ്തു? സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. 1924 ആലുവയിലായിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. അപ്പൊ ഗുരുദേവനാണ് നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന പിതാവ്. ഈ നവോത്ഥാന പിതാവാണ് ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ ആദ്യമായി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. കേരളത്തിലെ ആദ്യ പ്രതിമ ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താ? നരേന്ദ്രൻ, അയ്യപ്പൻ, കുമാരഗുരുദേവൻ, നാണു. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പിയുടെ യഥാർത്ഥ പേര്. പ്രാചീന മലയാളം എന്ന പുസ്തകം ചട്ടമ്പിയുടേതാണ്. നിജാനന്ദ വിലാസം ചട്ടമ്പിയുടേതാണ്. ചട്ടമ്പിയുടെ സമാധി പന്മന ആശ്രമത്തിലാണ്, കൊല്ലം ജില്ല. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറിന്റെ പേരാണ് TH ബാബർ. തോമസ് ഹാർവേ ബാബർ. TH ബാർബർ. അപ്പൊ തോമസ് ഹാർവേ ബാബർ ആണ്. ഓക്കെ ആണ്. ഇനി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കും? 1946 ആലപ്പുഴ ജില്ലയിലാണ് ഇത് അരങ്ങേറിയത്. CP രാമസ്വാമി അയ്യർക്ക് എതിരെ നടന്ന പ്രക്ഷോഭമാണ്. ഇതാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. അപ്പൊ AZB അക്കാദമി നിങ്ങൾ ഇതുവരെയും ആപ്പില് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഇതൊരു ആപ്പാണ്. നിങ്ങളുടെ മൊബൈലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നത്. ഇനി ഇതാ ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്, സ്റ്റഡി ടൈം ടേബിൾ കിട്ടും, PDF നോട്ട്സ് അവൈലബിൾ ആണ്, വർക്ക്ഔട്ട് സെക്ഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഉണ്ട്, OMR ടെസ്റ്റ് പ്രാക്ടീസ് ഉണ്ട്, പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. LGSന്റെ ക്രാഷ് കോഴ്സിന് വെറും 999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ AZB അക്കാദമിയിൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായി ജോയിൻ ചെയ്യാം. മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് മറ്റ് അധ്യാപകരുടെ ക്ലാസ്സുകൾ കാണാം. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ട് ഗുണമുണ്ടോ? ഈ ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ? വെറും 999 റുപ്പീസ് കൊണ്ട് നിങ്ങൾ LGS എന്ന സ്വപ്ന ജോലിയിലേക്ക് എത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഒരു വിജയത്തിലേക്ക്, നിങ്ങളുടെ പഠനം കുറച്ച് എളുപ്പത്തിലാക്കും. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ പല പല പുസ്തകങ്ങൾ വായിച്ചായിരിക്കും അതിലേക്ക് എത്താൻ പറ്റുന്നത്. നമ്മളെല്ലാവരും ഓരോ ടീച്ചേഴ്സും പ്രാക്ടീസ്ഡ് ആണ്. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് ഇന്ന പോർഷൻസ് ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇല്ല സ്പൂൺ ഫീഡിങ് പോലെ നമ്മൾ പെട്ടെന്ന് കുറച്ച് കണ്ടന്റ്സ് വരുന്നു, അത് നിങ്ങൾ പഠിക്കുന്നു, സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ പഠിച്ചുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴി സ്മാർട്ട് സ്റ്റഡിയാണിത്. ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ചോദ്യം കണ്ടു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരു ചോദ്യം കണ്ടിട്ട് അതിന്റെ ഉത്തരം ഓർമ്മയില്ല. ഇവിടെ ഒരു വിഷമല്ലയോ? അപ്പോ ഇതിനകത്ത് ഉത്തരം ഇതായിരുന്നു, പക്ഷെ ഇദ്ദേഹം മാറിയില്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് അടിച്ചത്. ഇപ്പൊ ചിലർക്ക് ഇങ്ങനെ അയ്യോ അതിന്റെ ഉത്തരവൊന്നും കിട്ടിയില്ല, ഒരു വിഷം. അത് വേണ്ട. ഇപ്പോ താൽക്കാലിക അധ്യക്ഷനാണ്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്.
മുഹമ്മദ് മുഷ്താഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേരള PSC ചോദിച്ചു, മുഹമ്മദ് മുഷ്താഖിനെ ചോദിച്ചു. എന്നാൽ 39ാമത് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിതിൻ ജംനാഥിനെ ഓൾറെഡി നമ്മുടെ സുപ്രീം കോടതി എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ LGS എക്സാം ആവുമ്പോഴത്തേക്ക് 39ാമത്തെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംനാഥ് ആയി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിങ്ങനെ ലാഗ് അടുപ്പിച്ച് അവിടെ ഇട്ടേക്കുക, പിന്നെ പഠിക്കാം. ഓക്കെ, ഒരാൾ അപ്പോയിന്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പഠിക്കാം. റീസെന്റ് എക്സാം ഉള്ളവർ മുഹമ്മദ് മുഷ്താഖിനെ ഓർത്തു വെക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഞാൻ റീജ. ബൈ.